പ്രിയപ്പെട്ടവരെ, എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ പ്രിയപ്പെട്ട മഞ്ചേശ്വരക്കാരെ, കഴിഞ്ഞ 5 വർഷക്കാലം മഞ്ചേശ്വരക്കാരുടെ MLA ആയി നിങ്ങൾ ശിരസുയർത്തിപ്പിടിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് എൻ്റെ MLA കാലയളവ് കടന്നുപോയത്. 745 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ഞാൻ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത്. അതിൻ്റെ പേരിൽ പലപ്പോഴും കുത്തുവാക്കുകൾ കേട്ടവനാണ്. 5 വർഷത്തെ മികച്ച പ്രവർത്തനം നടത്തി മഞ്ചേശ്വരത്തേക്ക് വീണ്ടും വന്നപ്പോൾ മഞ്ചേശ്വരത്തിന്റെ മതേതര പോരാട്ടത്തിൽ 30,000-ഓളം അടുക്കുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിങ്ങൾ എന്നെ വീണ്ടും കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുത്ത് അയച്ചത്. അന്ന് ഞാൻ പ്രതിപക്ഷ MLA ആയിരുന്നു. ഇന്ന് UDF-ന്റെ നമ്മുടെ ഗവൺമെന്റ് കൂടി അധികാരത്തിലേറ്റിരിക്കുന്ന സന്തോഷത്തിലാണ്. തീർച്ചയായും അതിർത്തിയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ട്. വികസന രംഗത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്കൊരുമിച്ച് വോട്ട് ചെയ്തവനും ചെയ്യാത്തവനും എല്ലാവരുടെയും MLA ആണെന്ന് ഉത്തമ ബോധ്യമുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഞാൻ ആരെയും ഏതെങ്കിലും രീതിയിലൊരു വിവേചനം ഞാൻ കാണിച്ചിട്ടില്ല. ഇനിയും അത് കാണിക്കുകയുമില്ല. 21-ാം തീയതി മെയ് മാസം രാവിലെ 9 മണി മുതൽ രണ്ടാമതായി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ സത്യപ്രതിജ്ഞ കേരളത്തിൻ്റെ അസംബ്ലിയിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും മനസ്സുകൊണ്ട് ക്ഷണിക്കുന്നു. പ്രാർത്ഥിക്കണം. എല്ലാവിധ നിങ്ങളുടെ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നാളെ എൻ്റെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് സ്നേഹപൂർവ്വം എൻ്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഓരോരുത്തരോടും സ്നേഹപൂർവ്വം അറിയിച്ചുകൊള്ളും.